ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് രുചിക്കൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഈ വാഴയിലേക്ക് വെട്ടുന്നതെന്നല്ലേ? കാരണമുണ്ട്, വേറൊന്നുമല്ല. ഞങ്ങൾ ഇന്ന് മീൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയപ്പോൾ കുറേ മീനുണ്ടായിരുന്നു, പക്ഷേ എല്ലാത്തിനും നല്ല വില. ഇന്ന് നോക്കിയപ്പോൾ നല്ല നാടൻ പിലോപ്പി ഉണ്ടായിരുന്നു. ഒപ്പം പിലോപ്പിക്ക് നല്ല വില കുറവും. എങ്കിൽ നമുക്ക് അത് തന്നെ വാങ്ങാം, അതുകൊണ്ട് എന്തെങ്കിലും ഒരു റെസിപ്പി ചെയ്യാം എന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ വാഴയില നേരത്തെ വെട്ടിയത്. അപ്പോൾ ഈ മീൻ കൊണ്ട് നല്ല വെറൈറ്റി റെസിപ്പി നമുക്ക് പോയി ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന 4 മീനാട്ടോ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. വരണത് ഇതേപോലെ നമ്മൾ ഓരോന്നും നന്നായിട്ട് വരഞ്ഞ് താഴോട്ട് ഡീപ്പായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ വേറൊരു മസാലയും ഇത് രണ്ടും വേറൊരു മസാലയും വെച്ചിട്ടുള്ള 2 റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ 2 മീനിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ഒരു 5 ഉള്ളി, ചുവന്ന ഉള്ളി കേട്ടോ, പിന്നെ ഇഞ്ചി, പച്ചമുളക്, അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിടാം, വെളുത്തുള്ളി, ഇത്രയും നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വേണ്ടിയുള്ള മസാലപ്പൊടികൾ കൂടെ നമുക്ക് മിക്സിയിൽ തന്നെ ഇടാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചെറുജീരകം വറുത്ത് പൊടിച്ചത്, അത് കുറച്ച് മതി കേട്ടോ, പിന്നെ കാശ്മീർ ചില്ലി പൗഡർ, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാലയൊക്കെ. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇനി നമ്മൾ ഈ മസാലയിലേക്ക് ഒരു അര നാരങ്ങ, ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഓക്കെ, അപ്പോൾ പകുതി ചെറുനാരങ്ങയുടെ നമ്മൾ ഇതിലൊക്കെ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മസാലയും ചെറുനാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തത് ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ മിക്സ് ചെയ്യണമെന്ന് എല്ലാത്തിലേക്കും മീനിൻ്റെ വരഞ്ഞു കൊടുത്തേക്കുന്ന ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ 2 മീനും മസാലയൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത 2 മീനിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത മസാലയ്ക്ക് വേണ്ടി മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 2-3 ചുവന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ മസാലപ്പൊടിയായിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ആ ഈ മഞ്ഞൾപ്പൊടി മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ്, പിന്നെ നമ്മൾ ഇടുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. പച്ചമുളക് എടുക്കുമ്പോൾ പച്ച കളർ അല്ലാതെ തന്നെ പഴുത്ത പച്ചമുളകില്ലേ, പഴുത്തതും ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് തരാം. അപ്പോൾ കുറച്ച് കളർഫുള്ളാണ്. അപ്പോൾ എരിവിനായിട്ട് നമ്മൾ ഇത് മാത്രം ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പകുതി ചെറുനാരങ്ങയുടെ നീര് മതി, നല്ല വലിയ ചെറുനാരങ്ങയായാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ബട്ടറാണ് കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്തതാണ്.
അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈയൊക്കെ എരിയും കേട്ടോ, പ്രത്യേകിച്ച് പച്ചമുളക് ആയതുകൊണ്ട് കൈ നല്ല പുകച്ചിലെടുക്കും. ഇപ്പോൾ മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ മീൻ എടുത്തിട്ടുണ്ട്, നമുക്ക് ഈ മീനിലേക്ക് ഈ മിക്സ് തേച്ച് കൊടുക്കാം. കാണുമ്പോൾ ഗ്രേവി ഒന്നും അതില്ലാത്ത പോലെ ഇരിക്കും, പക്ഷേ നമുക്ക് മസാലകൾ അധികം ഇല്ലാതെയുള്ള മീനിൻ്റെ ഒറിജിനൽ ഫ്ലേവർ അറിയാൻ വേണ്ടി നമുക്ക് ഈ ഒരു മസാല മിക്സ് നല്ലതായിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ കുറച്ചെടുത്ത് ഇങ്ങനെ ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് ചെയ്യുമ്പോൾ കുറച്ച് പച്ചമുളകൊക്കെ ഇതുപോലെ കിടക്കും, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. എന്നിട്ട് ബാക്കി വരുന്ന മസാലയില്ലേ, ഇത് നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതൊന്ന് ഞാൻ പേസ്റ്റ് ആക്കി കൊണ്ടുവരാം. ഉണ്ടോ, ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തേച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മസാല കുറച്ച് പിടിക്കുകയും ചെയ്യും അതിലേക്ക്, കാരണം എല്ലാം കഷ്ണങ്ങളായിട്ട് ഇരുന്നാലും പിടിക്കാൻ പാടായിരിക്കുമല്ലോ, അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ തേച്ചും കൊടുക്കാം. ഇങ്ങനെ മീൻ ബെൻഡ് ചെയ്തിട്ട് ഇതുപോലെ തേച്ചെടുക്കുമ്പോൾ എളുപ്പത്തിൽ നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് ശരിക്കും മസാല ഫില്ലായിക്കോളൂ കേട്ടോ. ഇതേപോലെ ചെയ്ത് കൊടുത്താലും മതി. ഉണ്ടോ, ഫില്ലായി. അതുപോലെ എല്ലാ സൈഡും ഉണ്ടോ. ഇപ്പം ഇവിടെ കാലിയല്ലേ, ഫ്രണ്ട്സ്. ഇപ്പോൾ നന്നായിട്ട് ഇതിലും മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ നേരത്തെ പുരട്ടി വെച്ച മസാല പുരട്ടി വെച്ച മീനിലേക്ക് 2 ഐറ്റം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഞാൻ മറന്നുപോയി. കറിവേപ്പിലല്ലേ, ചെറുതായിട്ട് കട്ട് ചെയ്തിടാണെങ്കിൽ കൂടുതൽ നല്ലത്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ പുരട്ടി കൊടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ 2 മീനിൻ്റെയും മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട്. പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം, മസാല നന്നായിട്ട് പിടിക്കാൻ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കാം. എന്നിട്ട് ആ സമയം ഞാൻ പോയി വാഴയില ഒന്ന് വെട്ടിയൊക്കെ എടുക്കട്ടെ. I have a dream, that's all I need. I'll make it happen with some work and belief. Know what I want, so I'll take it on. I've made mistakes, but mistakes make you strong. Let's break it down for a minute. I want the crown, I'm gon' get it. You hear me loud, man, I'm winning. Yeah, Charlie Sheen will be grinning. These ladies know that I'm sinning, and this is just the beginning. I'm closing in the night inning. There ain't no point in resisting. Living life like a dream, live it right, that's the thing. Every night. ഫ്രണ്ട്സ്, നമ്മൾ വാഴയില കട്ട് ചെയ്ത് കൊണ്ടുവന്നത് ഇതുപോലെ ചൂട് കൊടുത്ത് ഒന്നിരുന്ന് വാഴയില വാട്ടിയെടുക്കണം കേട്ടോ. ഇതേപോലെ അതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാലോ, ജസ്റ്റ് അറിയില്ലാത്തവർക്കൊന്ന് കാണിക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 1/4 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. മാക്സിമം എത്ര നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുമോ അത്ര നേരം വെക്കാം. ഓക്കെ, ഇനി നമുക്കിത് വാഴയിലയിൽ പൊതിയുന്നതാണ്. അപ്പം ഞാൻ ഇതിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇപ്പം നമുക്ക് വാഴയിലയൊക്കെ കെട്ടുന്നത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച് കെട്ടാം. അപ്പം ഞാൻ ഒരെണ്ണം വെച്ചിട്ട് അതിൻ്റെ മേലെ വേറൊരെണ്ണം കൂടെ ഇങ്ങനെ 2 കുരിശ് പോലെ ഇങ്ങനെ വെക്കുന്നുണ്ട്, ക്രോസ് ചെയ്ത്. എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ മസാല പുരട്ടി വെച്ചേക്കണം മീൻ വെക്കാൻ. ഒന്നും കൂടെ തേച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് മസാല ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മേലെ ഒന്ന് പുരട്ടി കൊടുക്കാം.
ഇപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പൊതിയാം. ഇപ്പോൾ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കെട്ടാം. വാഴയുടെ നാരില്ല, അതുകൊണ്ട് തന്നെ ഒന്ന് കെട്ടിയാൽ മതി. ഒരെണ്ണം കൂടെ വെച്ചിട്ട് നമുക്ക് 2 എണ്ണമായിട്ട് കെട്ടാം. ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഒരെണ്ണം നമ്മൾ ഇതേപോലെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇനി അടുത്ത മീൻ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതിന് വാഴയിൽ വയ്ക്കാം. അതേപോലെ തന്നെ ക്രോസ് ആയിട്ട് വയ്ക്കാം. വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ എടുക്കാം. എന്നിട്ട് അതിലൊരു പീസ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് മസാല അതിൻ്റെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊതിയാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ 2 കവർ ചെയ്ത് ഇതേപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുന്ന മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി 2 അടുപ്പിലായിട്ട് 2 ചട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതുപോലത്തെ ഒരു ദോശക്കല്ലും പിന്നെ ഇതൊരു പഴയ ദോശക്കല്ലും. നമ്മുടെ പുതിയ ദോശക്കല്ല് എടുക്കാതിരിക്കണേ നല്ലത്. കാരണം പിന്നെ നമ്മൾ ദോശ ഇടുമ്പോൾ കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും പഴയത് യൂസ് ചെയ്യാം. ഇതുപോലെയൊക്കെ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതാകുമ്പോൾ 2 നമുക്ക് ഒരേ സമയത്ത് ഫ്രൈ ചെയ്ത് കിട്ടും. ഇപ്പം എണ്ണയൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം 2ലും. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് മീൻ എടുത്ത് വയ്ക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്രണ്ട്സ്, ഇനി ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും മൂടി എടുത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം 2ഉം. അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയും കൂടിയാണ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്യാം 2ൻ്റെയും. എന്നിട്ട് ഇതൊന്ന് മറിച്ചിടണം. രണ്ടും മറിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ മൂടി വയ്ക്കാം. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്യാം. 2 സൈഡും തിരിച്ചിട്ട ശേഷം ഒരു 5 മിനിറ്റ് മേലെ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നും ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം. ഓവർ തീയല്ല, കുറച്ച് അത്യാവശ്യം കൂട്ടി വയ്ക്കാം. ഇതൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതെടുത്തൊരു പാത്രത്തിലേക്ക് വയ്ക്കാം.
ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ടെറസിൻ്റെ മേളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം മിട്ടുമോൻ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് പായ എടുക്കാൻ. പായൊക്കെ വിരിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് വേണം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. മിട്ടു പായയിട്ട് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തു. കെട്ടൊക്കെ ഓൾറെഡി തന്നെ പൊട്ടിപ്പോയി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രൈ എന്ന് പറയുന്ന ഉദ്ദേശം നമ്മുടെ സാധാരണ ഫ്രൈ ചെയ്യണ പോലെ മൊരിഞ്ഞ് അങ്ങനെ ഇരിക്കൂല. ഒരെണ്ണം ഞാൻ ആദ്യം ഒരെണ്ണം ടേസ്റ്റ് ചെയ്യട്ടെ. സൂപ്പർ ടേസ്റ്റ്. ഞാൻ അടുത്തും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വരാം. ചൂടാണ് സഹിക്കാൻ പറ്റാത്ത. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കണം നല്ലതാ. നമ്മൾ എപ്പോഴും ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും നല്ല വെറൈറ്റി ആയിട്ട് കാണുമ്പോഴൊരു ഭംഗി. വാഴയിലൊക്കെ ആകുമ്പോൾ അതിന്റെ ഫ്ലേവർ ശരിക്കും നമ്മുടെ മീനിലേക്ക് പിടിക്കും. ഫ്രണ്ട്സ്, ഞാൻ മിട്ടുനോട് ചോദിക്കട്ടെ, മിട്ടുവിന് ഏത് ഫ്ലേവറാ ഇഷ്ടപ്പെട്ടത്? മോൻ ഏതാ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇതാണ്, ഇത് ഇച്ചിരി വെറൈറ്റി ആയിട്ട് തോന്നിയല്ലേ? എനിക്ക് ഇതായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇത് ആദ്യം ചെയ്ത് നോക്കിയപ്പോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ശരിയാവോന്ന്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാ, അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ്. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ളത്, നിങ്ങൾക്ക് ഇതിൽ ഏത് ട്രൈ ചെയ്യണോ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇതെന്ന് ഞാൻ പറയും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല സ്പെഷ്യൽ ടേസ്റ്റ്. ഇത് വേറെ നമ്മുടെ നോർമൽ തന്നെ ഉള്ളൊരു ടേസ്റ്റ് അറിയുള്ളൂ. ഇത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അല്ലേ? ഇപ്പൊ കേട്ടോ, കൊച്ചിനും ഇതാണ്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ പേടിച്ച് അവൻ കഴിക്കുമെന്നൊക്കെ, പക്ഷെ അവനും അതാ ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ ഇനി ഇത് ചോറൊക്കെ കൂട്ടിയായിരിക്കും കഴിക്കാൻ കൂടുതലും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമന്റ് ഇടണം. അതേപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താ മോനെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ, അതെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ഒരു സന്തോഷം വാർത്ത, ഞങ്ങളുടെ ഇതുവരെ ഇട്ടേക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു റീച്ച് ഞങ്ങളുടെ ഹോം ടൂറിന് കിട്ടിയിട്ടുണ്ട്. 30K എബവ് ആയിട്ടുണ്ട്. അപ്പൊ അതിൽ നല്ല കുറേ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വന്നേക്കണ, എല്ലാം പോസിറ്റീവ് കമന്റ്സ് തന്നെ. അതിന് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അത് ഇട്ട എല്ലാവരും, അത് കണ്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പൊ ഇനിയും ഞങ്ങളുടെ ബാക്കി എല്ലാ വീഡിയോസും ഇതേപോലെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും കൂടെ ഞങ്ങൾ പറയുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നല്ലൊരു രുചിക്കൂട്ടായിട്ട് കാണുന്നതാണ്. ബൈ ഫ്രണ്ട്സ്, ബൈ.